മോനെ ഇത് ആശാശരത്തൊന്നും ഇതിനകത്ത് അല്ല, ആ ക്യാരക്ടർ IG ഒന്നും ഇല്ലപ്പോ ഇതിനകത്ത്. പിന്നെ വർഷം 6 കഴിഞ്ഞു, പോലീസുകാർ ഇതിന്റെ പുറകെ കുറച്ച് നടന്ന് പല അന്വേഷണം നടന്ന് അവർ പരാജയപ്പെട്ടിരിക്കുന്നു. അവരെ സംബന്ധിച്ചോളം അവരുടെ കോൺസെൻട്രേഷൻ മുഴുവൻ വീട്ടിൽ എന്തെങ്കിലും ഒരു അഭ്യാസം കാണിച്ച് വീട്ടിൽ എന്തെങ്കിലും മോണിറ്റർ ചെയ്ത് അവിടുന്ന് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടുമെന്ന് ഓർത്ത് അവർ ഫുള്ളി വീട്ടിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ജോർജ് കുട്ടി ചെയ്യുന്ന കാര്യങ്ങൾ, അവിടെ ഒരാളെ സെക്യൂരിറ്റി പരിചയപ്പെട്ടു, കള്ളു കുടിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഇത് കൊണ്ടുപോകുന്ന രീതികൾ, അത് എന്താ പറയുക, കാർഡ്ബോർഡ് ബോക്സിൽ കൊണ്ടുപോകുന്നു, ഇതെല്ലാം ഞാൻ അവിടെ CCTV ക്യാമറയില്ല. ഇത് കംപ്ലീറ്റ് ഫോറൻസിക് ഡോക്ടറും കോട്ടയത്ത് പോയി ഫോറൻസിക് ഓഫീസും എല്ലാം കണ്ടിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. അവിടെ ഫോറൻസിക് ഇതിൽ ക്യാമറയില്ല. ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും അവിടെ സെക്യൂരിറ്റി ഉണ്ടാവണമെന്നില്ല. ചിലയിടത്ത് പൂട്ടി താക്കോല് വെച്ചിട്ട് മെഡിക്കൽ കോളേജ് ചീഫ് സെക്യൂരിറ്റി ഓഫീസർ മുകളിലായിരിക്കും. ചിലയിടത്ത് സെക്യൂരിറ്റി ഇരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. തൃശ്ശൂരൊക്കെ സെക്യൂരിറ്റി ഇരിക്കുന്നുണ്ട്. ഈ തൃശ്ശൂരെ സെക്യൂരിറ്റി ചിലപ്പോൾ സ്മോൾ ഇരിക്കുന്ന പോലെ വരും. അതൊക്കെ നമുക്ക് ഇങ്ങനത്തെയുള്ള എല്ലാ ഇൻഫർമേഷനും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എന്നിട്ട് ഇവരോട് ചോദിച്ചു, എൻ്റെ കഥ ഞാൻ ഇവരുടെ മുമ്പിൽ വായിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു സാധാരണ മനുഷ്യന് ഇത് ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നതിനകത്തൊരു അവിശ്വസനീയത ഉണ്ടോ? ഇപ്പം നിങ്ങൾ കാണുമ്പോൾ സാധാരണക്കാർക്ക് അറിയില്ല, കാരണം ഇവർക്കല്ല എൻ്റെ കാര്യങ്ങൾ. അവർ പറഞ്ഞു പെട്ടെന്നൊരു ദിവസം ഒരാൾക്ക് വന്ന് ചെയ്യാവില്ല, പക്ഷെ അയാൾ ഇത്രയും വർഷം കൊണ്ടൊരു ബന്ധം ഉണ്ടാക്കി എടുത്തിട്ട് അയാൾ അത് ചെയ്തു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു അവിശ്വസനീയതയില്ല, ഇതൊക്കെ സംഭവിക്കാം, അതിനകത്തൊരു തെറ്റുമില്ല എന്ന് പറഞ്ഞു. പിന്നെ പോലീസിന്റെ ഇതിൽ എന്ന് വെച്ചാൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിനറിയാം ജോർജ് കുട്ടി സിനിമയായിട്ട് നടക്കുകയാണ് എന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടി. അപ്പൊ ജോർജ് കുട്ടി ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോകുമ്പോൾ അവർ കൂടുതലും ജോർജ് കുട്ടിയിൽ നിന്നൊന്നും കിട്ടിയില്ലെന്ന് മനസ്സിലായി. അവർ വൈഫിനെയും ആ വീട്ടിൽ നിന്നും എങ്ങനെയെങ്കിലും ഈ ഇൻഫർമേഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു ഇതാ നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ശരിക്കും അവരൊരു സൈഡിൽ ഈ സൈഡിൽ കൂടെ അവരത് ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോ ജോർജ് കുട്ടി അപ്പുറത്തെ സൈഡിൽ കൂടെ പോലീസ് അറിയാതെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് അവിടെയാണ് ജോർജ് കുട്ടീനെ അവർ വീണ്ടും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്. അവർ നോക്കുമ്പോൾ ജോർജ് കുട്ടി ഒരു സാധാരണ ജീവിതമാണ് നയിക്കുന്നത്. പുള്ളിയുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നടക്കുന്നു, തിയേറ്റർ പണിയുന്നു, പുള്ളി ഇതെല്ലാം മറന്നു കോൺഫിഡന്റ് ആയിട്ട് ജീവിക്കുന്നു. അതുകൊണ്ടാണ് ആ ഡയലോഗ് ഇട്ടത്, ഓവർ കോൺഫിഡന്റ് ആണ്. എന്നാലും ഈ ക്ലൈമാക്സിന് ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്, അത് നമ്മളും സമ്മതിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ അവസാന ഡയലോഗിൽ പറയുന്നത് ഈ ക്ലൈമാക്സിന് റിസ്ക് ഉണ്ട്, ഭാഗ്യവും കൂടെ വേണം നായകനെ ജയിക്കാൻ പറഞ്ഞത്. അതാണ് ഇത് കൺവിൻസിങ് ആകുന്നത്. അതുകൊണ്ടാണ്. പക്ഷെ ഈ കാർഡ്ബോർഡ് ബോക്സിൽ കൊണ്ടുപോകുന്ന ഇതൊക്കെ പലർക്കും കൊണ്ട് ഇങ്ങനെയൊക്കെയാണോ, ഒരു സീൽ ചെയ്യാതെയൊക്കെയാണോ കൊണ്ടുപോകുന്നത് ചോദിക്കുന്നവരുണ്ട്. ഇപ്പം ഞാൻ ഇന്ന് മനോരമയിൽ ഓൺലൈനിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് അവർ ചോദിച്ചപ്പോൾ ഞാൻ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു. സീൽ ചെയ്യണമെന്നാണ് റൂള്, പക്ഷെ അവരാരും ചെയ്യാറില്ല. കാരണം അതാണ് IG പിന്നെ പറയുന്നത് സിസ്റ്റമിക് സപ്പോർട്ട് ഇല്ല എന്ന് പറഞ്ഞത്. നമ്മുടെയൊക്കെ നാട്ടിലെ കുഴപ്പം